നിങ്ങൾ എപ്പോഴെങ്കിലും വളരെ ശാന്തമായിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് രാവും പകലും വിയർപ്പൊഴുക്കി ശരീരം തളരുന്നതുവരെ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് സമ്പന്നനാകാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തെ ഓരോ തൊഴിലാളിയും ഓരോ റിക്ഷാക്കാരനും കല്ലുപൊട്ടിക്കുന്ന ഓരോരുത്തരും ഇന്ന് കൊട്ടാരങ്ങളിൽ ജീവിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ദിവസം 18 മണിക്കൂർ ജോലി ചെയ്തിട്ടും 2 നേരത്തെ ഭക്ഷണത്തിനായി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത്? അതേസമയം മറ്റൊരു വ്യക്തി ദിവസം വെറും കുറച്ച് മണിക്കൂറുകൾ മാത്രം തനിക്കിഷ്ടമുള്ള ജോലി ചെയ്ത് കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്? ഇതെല്ലാം വെറും തലവരയുടെ കളിയാണോ? അതോ എന്തെങ്കിലും മാന്ത്രിക വിദ്യയാണോ? അതല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ നാം പൂർണ്ണമായും അവഗണിക്കുന്ന മറ്റെന്തെങ്കിലുമാണോ? ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പണം ലഭിക്കൂ എന്നാണ് കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടുവളർന്നത്. ഒരു കാളയെപ്പോലെ രാവും പകലും പണിയെടുത്താൽ മാത്രമേ വിജയം നേടാനാകൂ എന്ന് നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ വിശ്വാസങ്ങളെയും തകിടം മറിക്കുന്ന ഒരു സത്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. സത്യം ഇതാണ്: കേവലം കഠിനാധ്വാനത്തിൽ നിന്ന് മാത്രമല്ല സമ്പത്തുണ്ടാകുന്നത്. ശരീരം തളരുന്നതുവരെ ജോലി ചെയ്താൽ മാത്രം ബാങ്ക് ബാലൻസ് വർദ്ധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത്. സമ്പത്ത് ശരിയായ ബോധത്തിൽ, മൈൻഡ് സെറ്റ്, കോൺഷ്യസ്നസ് നിന്നാണ് വരുന്നത്. സമ്പത്ത് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പണം എന്നത് വെറുമൊരു കടലാസ് കഷ്ണമോ ലോഹനാണയമോ മാത്രമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണം ഒരു ഊർജ്ജമാണ്, വളരെ ശക്തമായ ഒരു ഊർജ്ജം. ആ ഊർജ്ജത്തെ സ്വീകരിക്കാൻ ഒരു വ്യക്തിയുടെ ബോധം, അവന്റെ മനസ്സ് പൂർണ്ണമായും തയ്യാറാകുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി പതിയെ എന്നാൽ ഉറപ്പായും ഒഴുകിയെത്താൻ തുടങ്ങും. നിങ്ങളുടെ മാനസികാവസ്ഥ ദാരിദ്ര്യത്തിന്റേതാണെങ്കിൽ നിങ്ങൾ ലോകത്തെ എന്തു ജോലി ചെയ്താലും പണം നിങ്ങളുടെ പക്കൽ നിൽക്കില്ല. അത് വരും, ഏതെങ്കിലും വഴിയിലൂടെ തിരിച്ചുപോകും. എന്നാൽ നിങ്ങളുടെ മനസ്സ് സമ്പന്നതയുടേതായി മാറുമ്പോൾ, സമൃദ്ധിയുടെ തരംഗങ്ങളുമായി നിങ്ങളുടെ മനസ്സ് ബന്ധപ്പെടുമ്പോൾ നിങ്ങളൊരു കാന്തമായി മാറുന്നു. പിന്നീട് നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടില്ല, പണം നിങ്ങളെ അന്വേഷിച്ചു വരാൻ തുടങ്ങും. ഭാഗ്യത്തിൽ ധാരാളം പണം ലഭിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിയുടെ അഥവാ തന്റെ ബോധത്തിന്റെ നിലവാരം ഉയർത്തി സ്വന്തം വിധിയിൽ ധാരാളം പണം എഴുതിച്ചേർത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും സാധാരണക്കാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആഴത്തിലുള്ള ലക്ഷണങ്ങൾ കാണാൻ കഴിയും. പ്രപഞ്ചം നിങ്ങൾക്ക് അപാരമായ സമ്പത്ത് നൽകാൻ തയ്യാറെടുക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ആ നിഗൂഢവും ആഴത്തിലുള്ളതുമായ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുൻപായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഊർജ്ജത്തിന്റെ ഈ ശാസ്ത്രം മനസ്സിലാക്കാൻ നിങ്ങൾ പൂർണ്ണമായും തയ്യാറാണോ എന്ന് കമന്റിൽ എഴുതി അറിയിക്കുക. ഇനി അതിശയകരമായ രീതിയിൽ സമ്പത്ത് വരാനിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന ആ ആദ്യത്തെ ലക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാം. ഏറ്റവും വലിയ ലക്ഷണം ഇതാണ്: അങ്ങനെയുള്ളൊരു വ്യക്തി പെട്ടെന്ന് തന്നെ ചെറിയ ചിന്തകളിൽ നിന്ന് മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. സാധാരണ മനുഷ്യരുടെ മനസ്സ് എപ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കിയാൽ അവരുടെ മുഴുവൻ ജീവിതവും ഭയത്താൽ നയിക്കപ്പെടുന്നതാണെന്ന് കാണാം. പണം തീരുമോ, ജോലി പോകുമോ, ബിസിനസ്സിൽ വലിയ നഷ്ടം വരുമോ, എന്റെ അയൽക്കാരനോ ബന്ധുവോ എന്നെക്കാൾ മുന്നിലെത്തുമോ എന്നൊക്കെയുള്ള ഭയം. ഇത് ഭയത്തിന്റെ മാനസികാവസ്ഥയാണ്. ഭയത്തിന് ഒരിക്കലും സമ്പത്തിനെ ആകർഷിക്കാൻ കഴിയില്ല. ഭയം എപ്പോഴും ചുരുങ്ങുന്നു, എന്നാൽ സമ്പത്തിന്റെ സ്വഭാവം വികസിക്കുക എന്നതാണ്. എന്നാൽ അപാരമായ സമ്പത്ത് വിധിക്കപ്പെട്ട വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഈ ഭയം പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. അവന്റെ ഉള്ളിൽ ആഴത്തിലുള്ളതും കാരണമില്ലാത്തതുമായ ഒരു വിശ്വാസം ജനിക്കാൻ തുടങ്ങുന്നു. ഈ ജീവിതവും പ്രപഞ്ചവും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയല്ല, മറിച്ച് തനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണെന്ന് അവന് തോന്നാൻ തുടങ്ങുന്നു. അവൻ ജീവിതത്തെ ഒരു യുദ്ധക്കളമായി കാണുന്നത് നിർത്തി അതൊരു കളിസ്ഥലമായി കാണാൻ തുടങ്ങുന്നു. ഇതിന്റെ ഫലമായി അവൻ എല്ലായിടത്തും അവസരങ്ങൾ കാണാൻ തുടങ്ങുന്നു. ഓർക്കുക, എല്ലായിടത്തും ഭയം മാത്രം കാണുന്നവൻ തന്റെ മുന്നിൽ വരുന്ന സുവർണാവസരങ്ങളെപ്പോലും നഷ്ടപ്പെടുത്തുന്നു. അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമയം കടന്നുപോകും. എന്നാൽ എല്ലായിടത്തും സാധ്യതകൾ കാണുന്നവന് അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ നിന്നുപോലും പുതിയ വഴികൾ തുറന്നുകിട്ടും. ഓർക്കുക, ഇന്ന് ബാങ്കിൽ പണമില്ലാത്തവനോ കീശ കാലിയായവനോ മാത്രമല്ല ദരിദ്രൻ. യഥാർത്ഥ ദരിദ്രൻ തന്റെ ഉള്ളിൽ ധൈര്യമില്ലാത്തവനാണ്. ജീവിതത്തിൽ പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ, വലിയ എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമില്ലാത്തവൻ. കാരണം സമ്പത്തെപ്പോഴും ധൈര്യശാലികളുടെ അടുത്തേക്കാണ് പോകുന്നത്. എപ്പോഴും സുരക്ഷിതമായ ഇടം മാത്രം അന്വേഷിക്കുന്ന, തീരത്തിരുന്ന് തിരമാലകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന, കടലിലിറങ്ങാൻ ഭയപ്പെടുന്ന ഒരാൾക്ക് ജീവിതത്തിന്റെ വലിയ ഉയരങ്ങളിലെത്താൻ ഒരിക്കലും കഴിയില്ല. വലിയ സമ്പത്ത് ലഭിക്കാൻ പോകുന്ന ഒരു വ്യക്തി പതുക്കെ റിസ്ക് എടുക്കാൻ തുടങ്ങുന്നു. അവൻ തന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുകടക്കുന്നു. അവൻ പരാജയത്തെ ഭയപ്പെടുന്നില്ല. പരാജയവും ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും പരാജയം ഒന്നിന്റെയും അവസാനമല്ലെന്നും മറിച്ച് പഠിക്കാനുള്ള പുതിയൊരു അവസരമാണെന്നും അവന് വളരെ ആഴത്തിൽ മനസ്സിലാകുന്നു. വീഴാൻ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആകാശത്ത് പറക്കാൻ കഴിയില്ലെന്ന് അവനറിയാം. വീണ്ടും വീണ്ടും വീണാലും എഴുന്നേൽക്കാൻ ധൈര്യം കാണിക്കുന്നവന്റെ കാൽക്കീഴിലാണ് ഒടുവിൽ ലോകത്തിലെ എല്ലാ സമ്പത്തും വന്നുചേരുന്നത്.
അത്തരമൊരു വ്യക്തിയിൽ കാണുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അവൻ മറ്റുള്ളവരോട് അസൂയപ്പെടുന്നത് നിർത്തുന്നു എന്നതാണ്. അസൂയയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം. നിങ്ങളുടെ പക്കൽ കോടിക്കണക്കിന് രൂപയുണ്ടായിട്ടും മറ്റൊരാളുടെ പുരോഗതി കാണുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ തീ കോരിയിട്ടതുപോലെ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനാണ്. ദരിദ്രമായ മനസ്സ് എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. മറ്റുള്ളവരുടെ കണ്ണിലൂടെയാണ് അവൻ എപ്പോഴും തന്നെ വിലയിരുത്തുന്നത്. അയൽക്കാരൻ പുതിയതും വലുതുമായ വാഹനം വാങ്ങിയാൽ ഇവർക്ക് രാത്രി ഉറക്കം വരില്ല. ഏതെങ്കിലും സുഹൃത്തോ ബന്ധുവോ വിജയിച്ചാൽ ഇവരുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും. ഈ അസ്വസ്ഥതയും അസൂയയും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം നിങ്ങൾ സമൃദ്ധിയെ വെറുക്കുന്നുവെന്നാണ്. മറ്റൊരാളുടെ സമ്പത്ത് കണ്ട് നിങ്ങൾ അസൂയപ്പെടുമ്പോൾ നിങ്ങളുടെ സ്വന്തം സമ്പത്ത് വരാനുള്ള വഴികൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ അടച്ചുപൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ സമൃദ്ധി വരാനിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയം പൂർണ്ണമായും മാറാൻ തുടങ്ങുന്നു. അവന്റെ ഉള്ളിൽ നിന്ന് അസൂയയുടെ മുള്ളുകൾ പുറത്തുപോകുന്നു. മറ്റുള്ളവരുടെ വിജയം കണ്ട് അവൻ ശരിക്കും സന്തോഷിക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവരുടെ പുരോഗതിയിൽ കൈയടിക്കാൻ അവൻ പഠിക്കുന്നു. അവന്റെ ബോധം വികസിച്ചു കഴിഞ്ഞതിനാലാണിത് സംഭവിക്കുന്നത്. ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ആവശ്യമായത്രയുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇതൊരു പരിമിതമായ പിസ്സയല്ല, ഒരാൾ 2 കഷ്ണം കഴിച്ചാൽ നിങ്ങൾക്ക് കുറവ് ലഭിക്കാൻ. ഇതൊരു അപാരമായ ഊർജ്ജമാണ്. മറ്റൊരാൾക്ക് എന്തെങ്കിലും ലഭിച്ചു എന്നതിനർത്ഥം നിങ്ങളുടെ വിഹിതം കുറഞ്ഞു എന്നല്ല, മറിച്ച് സമൃദ്ധി നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്. നിങ്ങളതിന് നിങ്ങളെത്തന്നെ യോഗ്യനാക്കുക മാത്രമാണ് വേണ്ടത് എന്നാണ് അതിനർത്ഥം. മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് സന്തോഷിക്കാൻ നിങ്ങൾ പഠിക്കുന്ന ദിവസം, മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങളുടെ വിജയം കാണാൻ തുടങ്ങുന്ന ദിവസം, അന്നുമുതൽ നിങ്ങളുടെ ഉള്ളിൽ സമ്പത്തിന്റെ ഊർജ്ജം തടസ്സമില്ലാതെ ഒഴുകാൻ തുടങ്ങും. കാരണം അസൂയ ഊർജ്ജത്തെ തടഞ്ഞു നിർത്തുന്നു, എന്നാൽ നന്ദി ആ ഊർജ്ജത്തിന് ഒഴുകാനുള്ള വഴിയൊരുക്കുന്നു. പണമോ അറിവോ സന്തോഷമോ ആകട്ടെ, അത് പങ്കിടാനറിയാവുന്ന വ്യക്തിക്ക് ജീവിതം എപ്പോഴും പല മടങ്ങ് തിരികെ നൽകുന്നു. എല്ലാം സ്വന്തം കൈക്കുള്ളിൽ ഒതുക്കിവെക്കാൻ ശ്രമിക്കുന്ന, എല്ലാം നഷ്ടപ്പെടുമെന്ന് എപ്പോഴും ഭയപ്പെടുന്ന ഒരാളുടെ കൈകൾ കാലക്രമേണ പൂർണ്ണമായും ശൂന്യമായിത്തീരും. മൂന്നാമത്തെയും വളരെ നിഗൂഢവുമായ ലക്ഷണം അങ്ങനെയുള്ളൊരു വ്യക്തി തനിച്ചിരിക്കാൻ പഠിക്കുന്നു എന്നതാണ്. സ്വയം അറിയുന്നവന് മാത്രമേ തന്റെ ജീവിതത്തിന് കൃത്യവും ശക്തവുമായ ഒരു ദിശ നൽകാൻ കഴിയൂ. സാധാരണക്കാർ എപ്പോഴും ജനക്കൂട്ടത്തിന്റെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഏകാന്തതയെ ഭയമാണ്. എപ്പോഴും ജനക്കൂട്ടത്തിൽ നഷ്ടപ്പെടുന്നവൻ, എപ്പോഴും ബഹളങ്ങളിൽ ജീവിക്കുന്നവൻ ഒരിക്കലും തന്റെ യഥാർത്ഥ ആന്തരിക ശക്തിയെ തിരിച്ചറിയുന്നില്ല. എന്നാൽ വലിയ സമൃദ്ധി വരാനിരിക്കുന്നൊരു വ്യക്തി പതിയെ ബാഹ്യലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി തന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങുന്നു. അവൻ ഏകാന്തതയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അർത്ഥമില്ലാത്ത സംസാരങ്ങൾ, ഗോസിപ്പുകൾ, സമയം പാഴാക്കുന്ന ആളുകൾ എന്നിവയെ അവന് തീരെ ഇഷ്ടമല്ലാതാകുന്നു. വളരെ ആലോചിച്ചാണ് അവൻ ആളുകളെ കാണുന്നത്. അവൻ അങ്ങനെ ചെയ്യുന്നത് തന്റെ ഊർജ്ജം സംരക്ഷിക്കാൻ തുടങ്ങുന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ തനിക്ക് വളരെ വലിയ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നും ആ വലിയ കാര്യത്തിന് ധാരാളം ഊർജ്ജം ആവശ്യമാണെന്നും അവൻ ഉള്ളിന്റെയുള്ളിൽ തിരിച്ചറിയുന്നു. ചിതറിക്കിടക്കുന്ന ഊർജ്ജത്തിൽ നിന്ന് ഒരിക്കലും വലിയ ശക്തി ഉണ്ടാകില്ലെന്ന കാര്യം എപ്പോഴും ഓർക്കുക. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. സൂര്യകിരണങ്ങൾ ഭൂമി മുഴുവൻ പരന്നുകിടക്കുമ്പോൾ അവ വെളിച്ചവും നേരിയ ചൂടും മാത്രമേ നൽകുന്നുള്ളൂ. ചിതറിക്കിടക്കുന്ന ആ കിരണങ്ങൾ കൊണ്ട് ഒന്നും കത്തുന്നില്ല. എന്നാൽ അതേ സൂര്യകിരണങ്ങളെ ഒരു ചെറിയ മാഗ്നിഫൈങ് ഗ്ലാസിലൂടെയോ ലെൻസിലൂടെയോ നിങ്ങളൊരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതേ കിരണങ്ങൾ തീയായി മാറുന്നു. അവ കടലാസിനെ ചുട്ടുചാമ്പലാക്കുന്നു. മനുഷ്യന്റെ ഊർജ്ജവും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. തന്റെ ഊർജ്ജത്തെ 10 വ്യത്യസ്ത അനാവശ്യ കാര്യങ്ങളിലേക്കും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതിലേക്കും അനാവശ്യമായി ആകുലപ്പെടുന്നതിലേക്കും ചിതറിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല. എന്നാൽ തന്റെ ലക്ഷ്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഏകാന്തതയിലിരുന്ന് തന്റെ ഊർജ്ജം കേന്ദ്രീകരിക്കുമ്പോൾ അവന്റെ ബുദ്ധിക്ക് മൂർച്ചയേറുന്നു. പിന്നീട് അവൻ ജീവിതത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു. ശരിയായ ആളുകളെയും തെറ്റായ ആളുകളെയും അവൻ പെട്ടെന്ന് തിരിച്ചറിയുന്നു. ലോകത്തിന് കാണാൻ കഴിയാത്ത ശരിയായ അവസരങ്ങൾ അവൻ പിടിച്ചെടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇവിടെ ആളുകൾ വലിയൊരു തെറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് പണം ലഭിച്ചാൽ ജീവിതം തനിയെ മനോഹരമാകുമെന്ന് അവർ എപ്പോഴും കരുതുന്നു. പണം വരുന്നതോടെ എല്ലാ ആശങ്കകളും തീരും, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. ഇത് തികച്ചും വിപരീതമായ ചിന്തയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിയമം ഇതാണ്: ആദ്യം നിങ്ങളുടെ ജീവിതം മനോഹരമാക്കുക, ആദ്യം നിങ്ങളുടെ ഉള്ളിൽ സമാധാനം സ്ഥാപിക്കുക, അപ്പോൾ പണം താനെ നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ വലിയ അശാന്തിയുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് എപ്പോഴും പ്രശ്നങ്ങളും ആകുലതകളും നിറഞ്ഞതാണെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നു തന്നാലും ആ രൂപ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും യഥാർത്ഥ സന്തോഷം നൽകില്ല. പണം വെറുമൊരു ബാഹ്യസമ്പത്താണ്. അതിന് നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ നൽകാൻ കഴിയും, മൃദുവായ കിടക്ക നൽകാൻ കഴിയും, പക്ഷേ ഉറക്കം നൽകാൻ കഴിയില്ല. സമാധാനം നിങ്ങളുടെ ഉള്ളിലെ സമ്പത്താണ്. ആ ആന്തരിക സമ്പത്ത് നഷ്ടപ്പെട്ടവന് യഥാർത്ഥത്തിലെല്ലാം നഷ്ടപ്പെട്ടു.
അതിനാൽ സമ്പന്നനാകാനുള്ള ആദ്യപടി ഉള്ളിൽ നിന്ന് ശാന്തനും സംതൃപ്തനുമാകുക എന്നതാണ്. യഥാർത്ഥത്തിൽ സമ്പന്നനാകാനുള്ള പാതയിലുള്ള വ്യക്തി പരാതിപ്പെടുന്നത് പൂർണ്ണമായും നിർത്തുന്നു. ദരിദ്രമായ മാനസികാവസ്ഥയുള്ള ഏതൊരു വ്യക്തിയുടെ അടുത്തും ഇരുന്നു നോക്കൂ, അവൻ എപ്പോഴും പരാതികൾ മാത്രം പറയുന്നതായി കാണാം. ഒരു സാധാരണ വ്യക്തി എപ്പോഴും തന്റെ പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. അവൻ ചിലപ്പോൾ തന്റെ വിധിയെ ശപിക്കുന്നു, ചിലപ്പോൾ സൗകര്യങ്ങൾ നൽകാത്തതിന് മാതാപിതാക്കളെയും കുടുംബത്തെയും കുറ്റപ്പെടുത്തുന്നു, ചിലപ്പോൾ സർക്കാരിനെ കുറ്റം പറയുന്നു, ചിലപ്പോൾ സാഹചര്യങ്ങളെ പഴിചാരുന്നു. എന്നാൽ ബോധമുള്ള ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ സ്രഷ്ടാവ് താൻ മാത്രമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്റെ ഇന്നത്തെ അവസ്ഥ എന്റെ ഇന്നലെകളിലെ തീരുമാനങ്ങളുടെ ഫലമാണ്. ഒരു മനുഷ്യന് ഈ ആഴത്തിലുള്ള കാര്യം മനസ്സിലാകുന്ന ദിവസം അവന്റെ ഉള്ളിൽ തോൽപ്പിക്കാനാവാത്ത ഒരു ശക്തി ഉണരുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ സാഹചര്യങ്ങളെയോ മറ്റുള്ളവരെയോ മാറ്റാനുള്ള വ്യർത്ഥമായ ശ്രമങ്ങൾ നിങ്ങൾ നടത്തില്ല. നിങ്ങൾ നിങ്ങളെത്തന്നെ മാറ്റാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കഴിവുകൾ മിനുക്കുന്നു, നിങ്ങളുടെ ചിന്തകളെ വലുതാക്കുന്നു. ഈ കാര്യം വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. സമ്പത്ത് കഠിനാധ്വാനത്തിന്റെ മാത്രം ഫലമല്ല, സമ്പത്ത് ശരിയായ ചിന്തയുടെ ഫലമാണ്. രാവും പകലും ഭ്രാന്തന്മാരെപ്പോലെ കഠിനാധ്വാനം ചെയ്തിട്ടും കടക്കണിയിൽ മുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകൾ ഈ ലോകത്തുണ്ട്. അവരുടെ ഉപബോധ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഭയമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവർ പണത്തെ മോശമായി കരുതുന്നു, അല്ലെങ്കിൽ തങ്ങൾക്കൊരിക്കലും സമ്പന്നരാകാൻ കഴിയില്ലെന്ന് അവരുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതിനാൽ പണം അവരുടെ പക്കൽ നിൽക്കുന്നില്ല. നേരെ മറിച്ച് ശാരീരികമായി കുറച്ച് മാത്രം അധ്വാനിക്കുന്ന ചിലരെ നിങ്ങൾ കണ്ടേക്കാം. പക്ഷേ അവരുടെ തലച്ചോറ് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ചിന്തകൾ വളരെ വ്യക്തമായിരിക്കും. തങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവസരങ്ങൾ അവരെ തേടിവരുന്നു. ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജത്തിന്റെ ഒരു വലിയ കളി മാത്രമാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇത് ആകർഷണ നിയമമാണ്, ലോ ഓഫ് അട്രാക്ഷൻ. ഗുരുത്വാകർഷണ നിയമം പോലെ ഇത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പണം നഷ്ടപ്പെടുമോ, വിപണി തകരുമോ, ഞാൻ പാപ്പരാകുമോ എന്ന് എപ്പോഴും ഭയന്നുകൊണ്ടിരുന്നാൽ വിശ്വസിക്കുക, പണം ശരിക്കും നഷ്ടപ്പെടും. കാരണം ആ അവസ്ഥയെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കുന്നത്. എന്നാൽ ഈ ജീവിതം നിങ്ങളെ പരിപാലിക്കുന്നുണ്ടെന്നും നിങ്ങൾ അർഹിക്കുന്നതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ പതുക്കെ സമൃദ്ധി എല്ലാ ദിക്കുകളിൽ നിന്നും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം വ്യക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടഞ്ഞ മുറിയിലിരുന്ന് സമ്പന്നനാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിന്ത ഒരു വിത്ത് പോലെയാണ്. നല്ലത് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു നല്ല വിത്ത് പാകുന്നു. എന്നാൽ കർമ്മമാണ് ആ വിത്തിൽ നിന്ന് മുളച്ചുവരുന്ന മരം. കർമ്മമില്ലാതെ വിത്തിനൊരിക്കലും മരമാകാൻ കഴിയില്ല. നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ ആക്ഷൻ എടുക്കണം. എന്നാൽ ആ കർമ്മത്തിന്റെ ഗുണനിലവാരത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കണം. അത് ഭയത്തിൽ നിന്നായിരിക്കരുത്, സന്തോഷത്തിൽ നിന്നായിരിക്കണം. ജോലി ചെയ്തില്ലെങ്കിൽ പട്ടിണി കിടന്നു മരിക്കുമെന്ന ഭയത്തോടെ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ഒരു ഭാരമായി മാറുന്നു. എന്നാൽ ഉള്ളിൽ സന്തോഷമുള്ള ഒരു വ്യക്തി തന്റെ മുഴുവൻ ഊർജ്ജത്തോടും സ്നേഹത്തോടും കൂടി ജോലി ചെയ്യുമ്പോൾ അവന്റെ ജോലി അവനൊരു ആരാധനയായി മാറുന്നു. ഓർക്കുക, ജോലി ആരാധനയായി മാറുമ്പോൾ, നിങ്ങളുടെ കർമ്മത്തിൽ പൂർണ്ണമായ സമർപ്പണമുണ്ടാകുമ്പോൾ അവിടെ വിജയം 100% ഉറപ്പാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെ തടയാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലും ഇത്തരം മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോധം മാറുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും ഈ കാര്യങ്ങളോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുവെന്ന് കമന്റിൽ അറിയിക്കുകയും ചെയ്യുക. ഭാഗ്യത്തിൽ ധാരാളം പണമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് അകലെ നിന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കാണാം. അവന്റെ മുഖത്ത് ഒരു തേജസ്സുണ്ടാകും. തന്റെ ഭാവിയെക്കുറിച്ച് അവന് യാതൊരു ഉത്കണ്ഠയുമില്ല, മറിച്ച് അതിശയകരമായ ആവേശമായിരിക്കും. എല്ലാ ദിവസവും രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ഊർജ്ജത്തോടും പുതിയ സാധ്യതകളോടുമൊപ്പമാണ് അവൻ എഴുന്നേൽക്കുന്നത്. അവൻ തന്റെ ഭൂതകാലത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളിൽ ജീവിക്കുന്നില്ല. ദരിദ്രമായ മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ അടയാളം അത് എപ്പോഴും ഭൂതകാലത്തിന്റെ ചതുപ്പിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ്. അവൻ എന്തിനാണ് എന്നോട് മോശമായി പെരുമാറിയത്? അവൻ എന്തിനാണ് എന്നെ വഞ്ചിച്ചത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? 10 വർഷം മുൻപ് എനിക്ക് എത്രമാത്രം നഷ്ടമുണ്ടായി? അവർ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സമ്പന്നമായ ബോധം പൂർണ്ണമായും വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. അവൻ ഇന്നിലും ഇപ്പോഴുമീലുമാണ് ജീവിക്കുന്നത്. കഴിഞ്ഞുപോയതിനെ മാറ്റാൻ കഴിയില്ലെന്നും വരാനിരിക്കുന്നത് ഇന്നത്തെ കർമ്മങ്ങളിലൂടെ മാത്രമേ തീരുമാനിക്കപ്പെടൂ എന്നും അവനറിയാം. അതിനാൽ വർത്തമാനകാലമാണ് അവന്റെ ഏറ്റവും വലിയ ശക്തി. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുക. പണത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. പണമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്ന് ആളുകൾ പറയുന്നു. എന്നാൽ സത്യമതല്ല. പണം ഒട്ടും മോശമായ ഒന്നല്ല. പണം വെറുമൊരു നിർജീവമായ ഉപകരണമാണ്, ഒരു ടൂളാണ്. പണത്തിന് സ്വന്തമായി ഒരു സ്വഭാവവുമില്ല. ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാം.
പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാം, ആശുപത്രികൾ നിർമ്മിക്കാം. അതേ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മോശമായ കാര്യങ്ങളും ചെയ്യാം. നാശം വിതയ്ക്കാം. അതിനാൽ തെറ്റ് ഒരിക്കലും പണത്തിന്റേതല്ല. ആ പണം ആരുടെ കൈകളിലാണോ ഉള്ളത്, ആ വ്യക്തിയുടെ ബോധത്തിന്റേതാണ് തെറ്റ്. നല്ലൊരു മനുഷ്യന്റെ കൈകളിലെ പണം ലോകത്തിനൊരു അനുഗ്രഹമായി മാറുന്നു. മോശമായൊരു മനുഷ്യന്റെ കൈകളിൽ അതേ പണം ഒരു ശാപമായി മാറുന്നു. അതിനാൽ പണത്തോടുള്ള എല്ലാത്തരം വെറുപ്പും കുറ്റബോധവും മനസ്സിൽ നിന്ന് മാറ്റുക. ഒരിക്കലും സമ്പത്തിനെ എതിർക്കരുത്, അതിനെ ബഹുമാനിക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക: ഒരിക്കലും പണത്തിന്റെ അടിമയാകരുത്. പണത്തെ നിങ്ങളുടെ യജമാനനാക്കാൻ അനുവദിക്കരുത്. പണം എപ്പോഴും നിങ്ങളുടെ കയ്യിലായിരിക്കണം, അത് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിരിക്കണം. എന്നാൽ അതൊരിക്കലും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കയറരുത്. നിങ്ങളുടെ സന്തോഷം പണത്തെ മാത്രം ആശ്രയിച്ചാകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ സമൃദ്ധിയും സമാധാനവും നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നുമുതൽ ഈ 3 വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണർത്താൻ തുടങ്ങുക. നിങ്ങളുടെ ചെറിയ ചിന്തകളും എപ്പോഴുമുള്ള ഭയവും എന്നേക്കുമായി ഉപേക്ഷിക്കുക. മറ്റുള്ളവരുടെ പുരോഗതി കണ്ടുണ്ടാകുന്ന അസൂയ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതെറിയുകയും അതിനുപകരം കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരികയും ചെയ്യുക. അവസാനമായി കുറച്ച് സമയം കണ്ടെത്തി നിങ്ങളോടൊപ്പം തനിച്ചിരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഊർജ്ജം തിരിച്ചറിയുക. നിങ്ങളിതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ബോധവും നിങ്ങളുടെ മൈൻഡ് സെറ്റും മാറാൻ തുടങ്ങും. ഒരു മനുഷ്യന്റെ ബോധം മാറുമ്പോൾ അവന്റെ വിധി മാറുന്നത് പൂർണ്ണമായും ഉറപ്പാണെന്നത് പ്രകൃതിയുടെ മാറ്റാനാവാത്ത നിയമമാണ്. കാരണം ജീവിതം ഒരിക്കലും പുറമെയുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല മാറുന്നത്. ജീവിതം എപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് മാറുന്നത്. ഉള്ളിൽ വെളിച്ചം തെളിയുന്ന ദിവസം പുറത്തെ ഇരുട്ട് അവസാനിക്കുന്നു.